ഹിമാലയത്തിൽ നിന്ന് വന്നപ്പോൾ ഉണ്ടായിരുന്ന ജടയും മുടിയും പോയപ്പോൾ തന്നെ നിനക്കൊരു ഐശ്വര്യം വന്നു. ആട്ടെ, എന്താ നിന്റെ ഭാവി പരിപാടികൾ? ഒന്ന് ശ്രമിച്ചാൽ ആ പഴയ ഉദ്യോഗം തിരിച്ചു കിട്ടില്ല നിനക്ക്. ഒരു ജന്മത്തിൽ തന്നെ എത്ര ജന്മം ജീവിച്ച് തീർത്തു ഗോവിന്ദമാമേ. ഞാൻ മാഷായി, എഴുത്തുകാരനായി, സന്യാസിയായി, ഒടുക്കം വടക്കേ ഇന്ത്യയിൽ എവിടെയോ കിടന്ന് സമാധിയുമായി. ഇനി ഒന്നിനും വയ്യ. ശിഷ്ടകാലം നിങ്ങളുടെയൊക്കെ കാൽച്ചോട്ടിൽ നാരായണനാമവും ജപിച്ച് ഒരു ഉറുമ്പിനെ പോലെ അങ്ങോട്ട് കഴിയുക, അത്ര തന്നെ. അടുത്ത ആഴ്ച അവർ വരും ഭാമയെ കാണാൻ. കൂടെ നിനക്കും എവിടുന്നെങ്കിലും ഒരു ബന്ധം ആലോചിച്ചാലോ മോനെ? ഗോവിന്ദാമ അനുസരിച്ച് അത് നടക്കും. ഞാനെന്താ ജോത്സ്യനോ അതോ കല്യാണ ബ്രോക്കറോ? പട്ടാമ്പിയില് മണക്കുളങ്ങര ശാരത്തൊരു കുട്ടിയുണ്ട്. പഠിപ്പും വിവരവും കാണാൻ നല്ല ഭംഗിയുണ്ട്. നമുക്കൊന്ന് ആലോചിച്ചാലോ അമ്മേ? ഒന്ന് നിർത്തണുണ്ടോ ലക്ഷ്മി? പെണ്ണ് കാണലും പേരെടുക്കലും ഒന്നും വേണ്ട എനിക്ക്. തൽക്കാലം ഭാമയുടെ കല്യാണം നടക്കട്ടെ, മറ്റൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാം. ഭരത, ഒടുക്കം നിനക്ക് വേണ്ട ഗതി വരും. പറഞ്ഞില്ലാന്ന് വേണ്ട. നാട്ടുകാരുടെ മുഴുവൻ ജാതകങ്ങൾ കൂട്ടിക്കെട്ടി അവസാനം എന്റെ ജാതകത്തോട് മറ്റൊന്ന് കൂട്ടിക്കെട്ടാൻ മറന്നു ഞാൻ. ഇപ്പൊ നോക്കുമ്പോ എന്റെ ജീവിതം പൂജ്യം, വട്ടപൂജ്യം. ആരുടെ ജീവിത ഗോവിന്ദമാമയെ ധന്യം? കേട്ടിട്ടില്ലേ പൂന്താനം പറഞ്ഞത്? 10 മാസം വയറ്റിൽ കഴിഞ്ഞു പോയി 10 പന്തീരാണ്ട് ഉണ്ണിയായിട്ടും പോയി എന്ന്. ആകപ്പാടെ നമുക്ക് ദൈവം കനിഞ്ഞ് അനുഗ്രഹിച്ചിരുന്ന 10-60 വയസ്സിനിടയ്ക്ക് നമ്മളൊക്കെ 10 മാസം അമ്മയുടെ ഗർഭപാത്രത്തിലാ. പിറന്നു വീണാ പിന്നെ 10-12 വയസ്സ് വരെ അതാ ഒരു ഉണ്ണിമാങ്ങയുടെ പരുവത്തിലും. 13ാമത്തെ വയസ്സോട്ട് തുടങ്ങാനില്ലേ 7 ശനി, കണ്ടകശനി, കേതുവിന്റെ അപകാരം, രാഹുർ ദശ എന്നൊക്കെ പറഞ്ഞ ഓരോ കാലദോഷങ്ങൾ. 10-40 വയസ്സ് കഴിയും ആ കാലദോഷ കടലൊക്കെ ഒന്ന് നീന്തി കിട്ടാൻ. അപ്പോഴേക്കും തുടങ്ങായി ഷുഗർ, പ്രഷർ, പാൽപിറ്റേഷൻ, കൊളസ്ട്രോള്, ആമവാദം, സന്ധിവാദം എന്നൊക്കെ പറഞ്ഞ് ഓരോ ദണ്ണങ്ങള്. ഒടുക്കം മയോകാർഡിയാക് ഇൻഫ്രാക്ഷൻ എന്ന ഓമന പേരിൽ ഒരു ഹാർട്ട് അറ്റാക്കും. ടീം ഒരു ബലൂൺ പൊട്ടിപ്പോണത് പോലെ പൊട്ടിത്തെറിച്ചു പോയില്ലേ? അതോടെ നമ്മുടെയൊക്കെ ജീവിതം. എന്താ പ്രഭാകര? എന്താ രുക്മാവതി അമ്മേ? എന്താ ഗോവിന്ദമാമേ? ആർക്കെങ്കിലും എന്തെങ്കിലും മറുത്തു പറയാനുണ്ടോ? ഭരത, സാർ, മന്ത്രി 3 മണിക്ക് എത്തുമെന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ സമയം 2ആയി. നമ്മുടെ കഥാപുരുഷനെ കാണുന്നില്ലല്ലോ. വിരിച്ചെടുത്ത് കിടക്കുന്ന സ്വഭാവം പണ്ടേ ആൾക്കില്ലാന്ന് അറിയാലോ കൈമളെ. ഇന്നലെ കണ്ട് ഓർമ്മിപ്പിച്ചതാ. കാത്തു നിൽക്കാൻ സമയമില്ല. മാഷും ഹരീഷും കൂടി എവിടുന്ന് ആയാലും ആളെ പൊക്കിയെടുക്കണം. അല്ലെങ്കിൽ പത്രക്കാരുടെ മുമ്പിൽ മാനം കെടും നമ്മള്. ഹരീഷ് വാ. ക്ഷമിക്കണം സാർ, ഇത്ര മാത്രം അങ്ങോട്ട് കൊട്ടിഘോഷിച്ച് ആനയിക്കാൻ ഇയാളെന്താ സർവജ്ഞപീഠം കയറി വന്നേക്കണ ശങ്കരാചാര്യരോ? എന്താ ശങ്കരൻകുട്ടി മാഷ്ക്ക് ഇത്ര സംശയം? പണ്ഡിതനാവാൻ മൂത്തു മുരടിക്കണമെന്നുണ്ടോ? അസൂയപ്പെട്ട് മൂർധാവിലെ മുടി നരപ്പിക്കണ നേരം കൊണ്ട് ആ സ്റ്റേജിനടുത്തേക്ക് ചെന്ന് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കും മാഷേ. ആ ഭരതപിഷാരടി മാഷ് ഇങ്ങോട്ടെങ്ങനെ വന്നോ കേശവ? ഇന്നലെ കുറച്ച് പുസ്തകം എടുത്ത് എന്തൊക്കെയോ റെഫർ ചെയ്യാനുണ്ടെന്നും പറഞ്ഞ് പോയതാ, പിന്നെ കണ്ടിട്ടില്ല. ഇനി അയാളെ ഏത് പാതാള ലോകത്താ തെരയ എന്റെ ഈശ്വര? മറ്റെവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് ഇനി ഇപ്പൊ അവിടെ തന്നെ ഉണ്ടാവും മാഷ്. ആരാ എന്റെ ഈശ്വര ഈ വരണ? വരിക ഉള്ള സൗകര്യത്തിൽ അങ്ങോട്ട് ഇരിക്കുക. എന്നാ കുടിക്കാൻ ഇത്തിരി സംഭാരവും തരാൻ പറയുക അകത്തുള്ള ആളോട്. എന്താ മാഷേ, നിങ്ങൾ ഈ കാട്ടുപന്തേരി വന്നിട്ട് ഒറ്റയ്ക്ക് എന്തെടുക്കുക? ഇത്തിരി സ്വൈര്യമായിട്ടിരുന്ന് എഴുതുകയും വായിക്കുകയൊക്കെ ചെയ്യാ. ഈ റിസർച്ച് ചെയ്യാന്നൊക്കെ പറയണത് AC മുറി തന്നെ വേണമെന്നില്ലല്ലോ മാധവനുണ്ണി മാഷേ. ഇവിടെ ആവുമ്പോ കിളികളുടെ പാട്ടുണ്ട്, കാറ്റിന്റെ നല്ല തലോടലുണ്ട്, ഇടയ്ക്കൊക്കെ ചില മൂർഖം പാമ്പ് എഴഞ്ഞു വന്നൊന്ന് വിരട്ടിന്ന് വരും. അതൊരു രസാ.
ഇതപ്പൊ നന്നായേ. ക്യാമ്പസിൽ ഒരു ഫംഗ്ഷൻ നടക്കുമ്പോ അതിലെ ചീഫ് ഗസ്റ്റ് കാട്ടി വന്ന് തപസിരിക്കുക. ഏത് ഫംഗ്ഷനെ കുറിച്ചാണാവോ പറയണത്? പണ്ഡിത രാജപട്ടം കിട്ടിയതിന്റെ പേരിൽ യൂണിവേഴ്സിറ്റി മാഷെ സ്വീകരിക്കുകയല്ലേ? മറന്നോ മാഷെ? അയ്യേ, ഇങ്ങനെ ഒരു കെട്ടിക്കാഴ്ചയുടെ വല്ല കാര്യമുണ്ടോ മാധവനുണ്ണി മാഷെ? എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? അതൊന്നും ഷാരടി മാഷല്ല തീരുമാനിക്കേണ്ട, ഞങ്ങളാ. ഇങ്ങോട്ട് കേറുക മാഷ് കാറിലേക്ക്. കേറിയില്ല അച്ഛാ, ഞങ്ങള് മാഷെ പൊക്കിയെടുത്ത് വണ്ടിയിലിടും. ശങ്കര ദർശനത്തെക്കുറിച്ച് ഇത്രയും അവഗാഹമുള്ള മറ്റൊരാളെ ഇതുവരെ ഞാൻ പരിചയപ്പെട്ടിട്ടില്ല. ഇത്രയും ചെറുപ്രായത്തിൽ ആഴമേറിയ ഈ വിഷയത്തെക്കുറിച്ച് 5-6 പുസ്തകങ്ങൾ എഴുതുക, അവയിൽ മിക്കതും പുരസ്കാരത്തിന് അർഹമാവുക, സത്യം പറഞ്ഞാൽ ഈ സ്ഥാപനത്തിന്റെ മാത്രമല്ല നമ്മുടെ സംസ്കാരത്തിന്റെയും കൂടി അഭിമാനമാണ് പ്രൊഫസർ പിഷാരടി മാഷ്. ഭാരതീയ സംസ്കൃതിയുടെ ഭണ്ഡാകാരത്തിൽ നിന്നും കണ്ടെടുത്ത ഈ കോഹിന്നൂർ ഒന്ന് നിർത്ത. ക്ഷമിക്കുക, ഒരു നിമിഷത്തേക്ക് ആ മൈക്കിങ് ഇട്ട് തരാം. ഗുരുജനങ്ങളെ, ബഹുമാനപ്പെട്ട മന്ത്രി പറയണത്ര വലിയ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. നിങ്ങളുടെയൊക്കെ അനുഗ്രഹാശിസുകളുടെ വെളിച്ചത്തിൽ അണ്ണാറക്കണ്ണനായ ഞാൻ തന്നാലാവുന്ന ചിലതൊക്കെ ചെയ്തു. നമ്മുടെ ശങ്കരൻകുട്ടി മാഷ് പറയണ പോലെ അതത്ര കൊട്ടിഘോഷിക്കാനുള്ള കാര്യമൊന്നുമല്ല. ഏതായാലും നിങ്ങൾ ഈ കാണിച്ച കാരുണ്യത്തിന്, സ്നേഹത്തിന് നന്ദി. ഞാൻ പോണു, എനിക്ക് ഇത്തിരി ജോലിയുണ്ട്. ഹലോ, ആ അമ്മയാ. ദാ കൊടുക്ക അച്ഛന്. ഗുരുവായൂരുന്ന് ഹരിയാ. ഹലോ, നിങ്ങളവിടെ 41 ദിവസം ഭജനമിരിക്കാൻ പോയതോ അതോ ഒന്ന് കുളിച്ചോഴാൻ പോയതോ? അച്ഛന് വിശ്വാസം ഇല്ലാച്ചാൽ ലതയോട് ചോദിക്കേ. ശരിക്കും ഇവിടെ മീരം മടങ്ങാൻ കൂട്ടാക്കണില്ല. ആ, നീ നിന്റെ ഭാര്യ നാക്കെടുത്താ കള്ളവല്ലാണ്ട് പറയൂ. അച്ഛന് വിശ്വാസം ഇല്ലാച്ചാല് ഫോൺ ലതയ്ക്ക് കൊടുക്കാം. ഹരിടാച്ച, ഇത് ഞാനാ ലത. എനിക്കറിയാം. ഊട്ടിയിൽ പോയിട്ട് ബാലൻസ് വെച്ച ഹണിമൂൺ നിങ്ങൾ ഗുരുവായൂർ ആഘോഷിച്ചു അല്ലേ? സത്യമായിട്ടും പറയാ, മീര മടങ്ങാൻ കൂട്ടാക്കാഞ്ഞിട്ടാ. നിർമ്മാല്യം തൊഴിലും ചീട്ടാക്കലും പ്രസാദം വാങ്ങലും അവക്കിവിടെ മേൽശാന്തികൾ വലിയ തിരക്കാ. തന്നെ മീരയുടെ വെപ്രാളം കണ്ടാ തോന്നുക പണ്ഡിത രാജപട്ടം കിട്ടിയത് അവൾക്കാന്നാ. വല്ലാത്തൊരച്ഛനും അച്ഛനൊത്തൊരു മോളും. ഭരതൻ എന്തോ സമ്മാനം കിട്ടിയതിന് ഇവളെന്തിനാ കിടന്ന് പിടയ്ക്കുന്നത്? പിടയ്ക്കൂടി, അവൾ പിടയ്ക്കും. മീരയുടെ ആരാ ഭരതൻ? അച്ഛന്റെ മരുമകൻ. അതായത് റിട്ടയേർഡ് ഡെപ്യൂട്ടി തഹസീൽദാരായ ഈ തിരുശ്ശേരി ബാലരാമ പിഷാരടിയുടെ അന്തസ്സുള്ള ആഭിജാത്യമുള്ള മരുമകൻ. എന്നാ പിടിച്ചങ്ങട് കെട്ടിച്ചു കൊടുക്കരുതോ മരുമകൻ അവളെ? നിനക്കെന്താ അത്ര സംശയം? അവന്റെ വാക്ക് ചോദിക്കട്ടെ. ആനപ്പുറത്ത് എഴുന്നള്ളിച്ചു കൊണ്ടു കൊടുക്കില്ലേ ഞാൻ അവനെന്റെ മോളെ? അതുല്യമായ ഈ സംസാര വൃക്ഷത്തിന്റെ പേര് ഊർധ്വം എന്ന് മന്ത്രം പറയുന്നു. ഇതിന്റെ വേര് ബ്രഹ്മം സദാ ഈ രൂപം ധരിക്കുന്നുവെന്ന് ശങ്കര ഭവൽപാദർ വിവേക ചൂടാമണിയിലൂടെ സമർത്ഥിക്കുന്നു. ഒരാൾ ഇവിടെ കിടന്ന് കണ്ടക്ഷോഭം നടത്തുന്നത് കേൾക്കാതെ ഇരുന്നുറങ്ങാതാൻ. കഥകളി ഉണ്ടായിരുന്നോ ഇന്നലെ വെളുക്കോളം വീട്ടിലെ? ഇറങ്ങിപ്പോവാ ക്ലാസ്സിൽ നിന്ന്. ഇനി സംസ്കൃതി പറയണോ? ആ, എവിടാ പറഞ്ഞു നിർത്തിയ? ബ്രഹ്മം സദാ ഈ രൂപം ധരിക്കുന്നുവെന്ന്. മാഷേ, മാഷേ, എന്തിനാ കുട്ടി ഇങ്ങനെ മരണപ്പാച്ചില് പറയണേ? രക്തസമ്മർദ്ദം കൂടി പൊട്ടിത്തെറിക്കല്ലേ നിന്റെ ഹാർട്ട്? ഇതിലും ഭേദാതാ. പോയില്ലേ ക്ലാസ്സിൽ വെച്ചെന്റെ മാനം? അതിനാ പറഞ്ഞതുണ്ടോ കുട്ടിക്ക് മാനം? എന്താ ചോദിച്ചത്? ഇന്നലെ വെളുക്കോളം കഥകളി ഉണ്ടായിരുന്ന വീട്ടിലെന്നോ? എന്നാ കേട്ടോളൂ, ഇന്നലെ വെളുക്കോളില്ലായിരുന്നു, എന്നാൽ ഇന്ന് വെളുക്കോളം ഉണ്ട് താനും. വധം, കീചക വധം. പ്രാന്തണ്ടോ തനിക്ക്? തൽക്കാലം ഇല്ല, ഇനി എടുപ്പിക്കാണ്ടിരുന്നാ മതി മാഷ്. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട കേട്ടോ. വേദനിച്ച നിനക്ക്? ഇല്ല. ക്ലാസ്സിൽ വെച്ച് നീ എന്റെ മുറപ്പെണ്ണാണെന്നും മുയൽക്കുഞ്ഞാണെന്നും ഒന്നും നോക്കില്ല ഞാൻ.
അവിടെ ഞാൻ വേദാന്തം പഠിപ്പിക്കണ ഭരത പിഷാരടി മാഷ്. നീ എൻ്റെ സ്റ്റുഡൻറ്റ് മീര ബാലരാമ പിഷാരടി. അതിൽ കവിഞ്ഞ് ഒരു സ്വാതന്ത്ര്യവും ക്യാമ്പസിൽ വെച്ച് നീ എന്നോട് എടുക്കരുത്. എടുത്താലും അത് അനുവദിക്കില്ല ഞാൻ. ഈടേറ്റന്റെ മാഷിന് അഹങ്കാരം ഇത്തിരി കൂടുണ്ടെന്ന് ഞാനും കേട്ടു. ക്യാമ്പസിലെ സ്വീകരണത്തിൽ പങ്കെടുത്തില്ലാന്നും കാല് പിടിച്ചു കൂട്ടിക്കൊണ്ടു വന്നപ്പോ പുരസ്കാരങ്ങളൊന്നും സ്വീകരിക്കാതെ ഇറങ്ങിപ്പോയി എന്നും ഒക്കെ കേട്ടു. അതിലൊക്കെ എന്താ അർത്ഥമുള്ളത് മീര? ഉണ്ട്, അർത്ഥമുണ്ട്. മനസ്സ് നെരുപ്പോട് പോലെ നീറി പിടിപ്പിച്ച് വലതും കുത്തിക്കുറിച്ചതിന് ഈശ്വരൻ തരുന്ന പുണ്യം അതൊക്കെ. പുറങ്കാലെടുത്ത് തട്ടിക്കളയരുത് മാഷെ അതൊക്കെ. എന്തിനാ മീര നീ എന്നെ ഇങ്ങനെ സ്നേഹിക്കണത്? കണ്ടിട്ടുണ്ടോ മാഷെ തൃശ്ശൂർ പൂരം? തിടമ്പെടുത്ത് നെറ്റിപ്പട്ടം കെട്ടി പൂരപ്പറമ്പിലെ പഞ്ചാരി മേളം കേട്ട് ചെവിയാട്ടി നിക്കണ തൃപ്രയാർ കേശവനെ കണ്ടിട്ടുണ്ടോ? ആ ഒറ്റക്കൊമ്പനെ. എന്തിനാ കുട്ടികൾ അതിനെ സ്നേഹിക്കണേ, ആരാധിക്കണേ? ആ തലയെടുപ്പൊന്ന് കാണാൻ, ആ ചിഹ്നം വിളി ഒന്ന് കേൾക്കാൻ, പിന്നെ അതിന്റെ വാലിലെ ഒരു രോമം വെട്ടിയെടുത്ത് വളച്ചു കെട്ടി ഒരു സ്വർണമോതിരം ഉണ്ടാക്കി വിരലിലിടാൻ, മനസ്സിന്റെ പേടി മാറ്റാൻ, ജന്മത്തിന് മോക്ഷം കിട്ടാൻ. ഇതിലപ്പുറം പറയാനുള്ള വേദാന്തം ഒന്നും ഞാൻ പഠിച്ചിട്ടില്ല എന്റെ മാഷേ. മീര